കർത്താവിൽ പ്രിയ ദൈവമക്കളെ, ഈ ആഴ്ചത്തെ സാബത്ത് സ്കൂൾ പഠനത്തിലേക്ക് നിങ്ങളെ ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ പോരാട്ടം എന്ന വിഷയത്തെ ആധാരമാക്കിയാണ്. നമുക്കിന്ന് പഠിക്കുവാനുള്ളത് 12ാമത്തെ പാഠമാണ്. ഭൂമിയുടെ അന്ത്യ സംഭവങ്ങൾ എന്ന ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി 2 പാസ്റ്റർമാർ നമ്മുടെ സ്റ്റുഡിയോയിലുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെടാം. ഒപ്പം നിങ്ങളെയും ഇന്നത്തെ ഈ ചർച്ചയിലേക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ് ഇന്ന് ഞങ്ങളോടൊപ്പം ഉള്ളതിൽ അതിയായ സന്തോഷമുണ്ട്. പാസ്റ്റർ ഇന്നത്തെ ഈ പാഠം ചർച്ച ചെയ്യുന്നതിനായി ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ നന്ദി പാസ്റ്റർ. പാസ്റ്റർ VM ജോസഫ് സാർ ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൽ അതിയായ സന്തോഷമുണ്ട്. സ്നേഹപൂർവ്വം ഈ ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഈ പാഠത്തിൽ നാം ചർച്ച ചെയ്യുവാൻ തക്കവണ്ണം പോകുന്നത് വൻ പോരാട്ടത്തിൻ്റെ എല്ലാ പ്രവചന അധിഷ്ഠിതമായ പ്രവർത്തനങ്ങളും അവസാനിച്ച് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വന്ന് ദൈവജനത്തെ ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നതായ ആ ഒരു വലിയ മഹാസംഭവത്തെക്കുറിച്ചാണ് നാം ചർച്ച ചെയ്യാൻ തക്കൊണ്ട് പോകുന്നത്. കർത്താവായ യേശു ക്രിസ്തു വരുന്നതുമായി ബന്ധപ്പെട്ട് നടക്കാൻ പോകുന്നതായ സംഭവം. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ വരുന്നതിന് തൊട്ടു മുൻപ് ദൈവജനം കടന്നു പോകുന്നതായ പ്രതിസന്ധികൾ എന്തൊക്കെയാണെന്ന് നാം ഈ പാഠത്തിലൂടെ ചർച്ച ചെയ്യുവാൻ തക്കൊണ്ട് പോവുകയാണ്. മനപ്പാഠവാക്യമായി നമുക്ക് നൽകിയിരിക്കുന്നത് സദൃശ്യവാക്യങ്ങൾ 23:23. നീ സത്യം വിൽക്കുകയല്ല, വാങ്ങുകയത്രേ വേണ്ടത്. ജ്ഞാനവും പ്രബോധനവും വിവേകവും അങ്ങനെ തന്നെ. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ വചനത്തെ നാം സ്നേഹിക്കേണ്ടതുണ്ട് എന്നാണ് ഈ മനപ്പാഠവാക്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കേണ്ടത്? എന്തുകൊണ്ടാണ് നാം അതിനെ വാങ്ങേണ്ടത്? സത്യം വാങ്ങുകയാണ് വേണ്ടുന്നത്. കാരണം ജ്ഞാനവും പ്രബോധനവും വിവേകവും നമുക്ക് അവിടെ നിന്നാണ് കിട്ടുന്നത്. ജ്ഞാനം, യഹോവ ഭക്തി ആണ് ജ്ഞാനത്തിൻ്റെ ആരംഭം എന്ന് പറയുന്നത്. ജ്ഞാനം എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്താണ് പാപം, എന്താണ് നന്മ, എന്താണ് വേണ്ടുന്നത്, എന്താണ് വേണ്ടാത്തത്, ഇത് തിരിച്ചറിയാനുള്ള അറിവാണ്. അത് നമുക്ക് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്നതല്ല. അത് ശലോമോൻ രാജാവ് ദൈവത്തോട് ചോദിച്ച് വാങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ വചനത്തിൽ നിന്ന് ഇടണം. ഇനി ജ്ഞാനവും പ്രബോധനവും വിവേകവും. പ്രബോധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസന, തിരുത്തലുകൾ. ഇന്ന് നമുക്കറിഞ്ഞുകൂടാ, നമ്മുടെ മനസ്സിൻ്റെ അളവ് വളരെ കുറവാണ്. അപ്പോൾ ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള മനുഷ്യൻ്റെ അറിവ് പരിമിതമാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ പോലും ഒരു 2% മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പോൾ യഥാർത്ഥമായി ഡിസിഷൻ മേക്കിങ്ങിനുള്ള അറിവ്, ശരിയായ അറിവ് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ദൈവത്തോട് ചോദിക്കണം, വചനത്തിൽ നിന്ന് കിട്ടണം. രണ്ടാമത് വിവേകം. എല്ലാം തിരിച്ചറിയാനും ജഡ്ജ് ചെയ്യാനുമുള്ള മനുഷ്യൻ്റെ ഒരു കഴിവാണ് അത് നമുക്ക് ലഭിക്കണമെങ്കിൽ ദൈവത്തിൽ നിന്ന് തന്നെ കിട്ടണം. കാരണം മനുഷ്യൻ്റെ മനോനിരൂപണങ്ങൾ ബാല്യം മുതലേ ദോഷമുള്ളതാണെന്ന് പറയുന്നു. യോഹന്നാൻ 8:32 സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. സത്യം നമ്മൾ മനസ്സിലാക്കുന്നില്ലെങ്കിൽ പലതരം ആശയങ്ങളുടെ കെട്ടുപാടുകളിൽ നമ്മളായി പോകും. ഒരുപക്ഷെ പിശാച് കൊണ്ടുവരുന്ന ആശയങ്ങളായിരുന്നാലും മറ്റേതെങ്കിലും ശാസ്ത്രീയമായതോ ഫിലോസഫിക്കലായിട്ടുള്ള ആശയങ്ങൾ ശരിയാണ് എന്നുള്ള സംശയം തോന്നി നമ്മൾ അതിലായി പോകാൻ ഇടയുണ്ട്. അതുകൊണ്ട് അത്തരം ആശയങ്ങളുടെ കെട്ടുപാടിൽ നിന്ന് സ്വാതന്ത്ര്യം നേടണമെന്നുണ്ടെങ്കിൽ സത്യം നമുക്കുണ്ടാവണം. യോഹന്നാൻ 17:17 പറയുന്നു, സത്യത്താൽ അവനെ വിശുദ്ധീകരിക്കണമേ, നിൻ്റെ വചനം സത്യമാകുന്നു. സത്യം കൊണ്ടാണ് നമുക്ക് വിശുദ്ധീകരണം കിട്ടുന്നത്. ആ സത്യത്തിന് മാത്രമേ നമ്മളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും നീതിയും ലഭിക്കാനും വിശുദ്ധീകരണത്തിൻ്റെ അവസ്ഥയിലേക്ക് വരാനും സാധിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് കോൺട്രവേഴ്സി, വൻ വിവാദം കർത്താവും പിശാചും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. നന്മയും തിന്മയും തമ്മിലുള്ള പോരാട്ടമാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ സത്യവും തെറ്റും തമ്മിലുള്ള, സത്യവും കള്ളവും തമ്മിലുള്ള ഒരു പോരാട്ടം കൂടിയാണ്. യോഹന്നാൻ 14 ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു. കർത്താവായ യേശുക്രിസ്തു തന്നെയാണ് സത്യം, യേശുക്രിസ്തു തന്നെയാണ് ജീവൻ. അപ്പോൾ അത് യേശുക്രിസ്തുവിനെ വാങ്ങുക എന്നാണ് അർത്ഥം. അതുകൊണ്ടാണ് യോഹന്നാൻ 1 പറയുന്നത്, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. എല്ലാം അവനാൽ ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പോൾ സത്യം വിലയ്ക്ക് വാങ്ങുക എന്ന് വെച്ചാൽ യേശുക്രിസ്തുവിനെ തന്നെ വാങ്ങുക, യേശുക്രിസ്തുവിനെ നേടുക, ക്രൈസ്റ്റ് ലൈക്ക്നെസ് നമ്മൾ ഉണ്ടാകുക എന്നാണ് അർത്ഥം. പാസ്റ്റർ, പത്രോസിൻ്റെ 2-ാം ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 21 വരെയുള്ളതായ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പത്രോസ് പ്രവചനത്തെക്കുറിച്ച് എന്തുറപ്പാണ്
പ്രവചനത്തിൽ വിശ്വസിക്കുന്നതായ നമുക്ക് നൽകുന്നത്? പത്രോസിനോട് പറയുന്നത് പ്രവചനം ഒരിക്കലും മനുഷ്യരുടെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവത്തിൻ്റെ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചത്രേ. അതുകൊണ്ട് അതിൻ്റെ ആധികാരികത ദൈവം തന്നെ ഉറപ്പാക്കിയതാണ്. അതുകൊണ്ട് തന്നെ നമുക്കും പ്രവചനത്തിൻ്റെ കാര്യത്തിൽ അപ്പോസ്തലൻ നമുക്ക് നൽകുന്ന ഉറപ്പെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ലാത്തതുകൊണ്ട് അത് ദൈവികമാണെന്ന് മനസ്സിലാക്കി, ദൈവത്തിൻ്റെ വചനമാണെന്ന് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളുക. അതാണ് അതിൽ നിന്ന് ഇവിടെ നമ്മൾ ഓർമ്മിപ്പിക്കുന്ന കാര്യം. അതാണ് ഈ വചനം ദൈവത്തിൻ്റെ അറിവോടുകൂടെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രേരിതരമായി മനുഷ്യർക്ക് വേണ്ടി നൽകപ്പെട്ടു എന്ന് മനുഷ്യരായ നാം മനസ്സിലാക്കുമ്പോൾ ഇത് മനുഷ്യരിൽ നിന്ന് വന്നതല്ല, ഇത് ദൈവത്തിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അത് തെറ്റ് സംഭവിക്കാൻ ഇടയില്ല എന്നുള്ളതായ ചിന്ത തന്നെ നമ്മെ ആശ്വസിപ്പിക്കുകയും മുൻപോട്ട് നയിക്കാൻ ഊർജ്ജം നൽകുകയും ചെയ്യും എന്നുള്ളതിൽ സംശയമില്ല. പാസ്റ്റർ ബിനോയ്, പലപ്പോഴും പ്രവചനം പഠിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ പിന്നോക്കം പോകുന്നതായിട്ട് കാണുവാൻ തക്കോണം സാധിക്കും. അതിന് പ്രധാന കാരണം ഈ പ്രവചന പഠനം ഒരു സന്തോഷാത്മകമായ ഒരു പ്രക്രിയയല്ല എന്നുള്ളതായ ഒരു കാര്യമായതുകൊണ്ടാണ്. കാരണം കുറേ ഡേറ്റുകൾ, ചരിത്രം, പോയ കാര്യങ്ങളെക്കുറിച്ചുള്ളതായ ഒരു ഒരു തിരിഞ്ഞു നോട്ടം, ഇതൊക്കെ മനുഷ്യന് ഇഷ്ടപ്പെടുന്നതായ കാര്യമല്ല. എന്തുകൊണ്ടാണ് പലപ്പോഴും നാം പ്രവചനം പഠിക്കാതെ മാറ്റിവെക്കുകയും രസകരമായ മറ്റു കാര്യങ്ങളിലൊക്കെ ഇടപെടുവാൻ നാം സമയം കണ്ടെത്തുകയും ചെയ്യുന്നത്? യഥാർത്ഥത്തിൽ പ്രവചനം പഠിക്കാതിരിക്കാൻ ഉള്ള കാരണം അതും സാത്താൻ്റെ ഒരു വഞ്ചനയാണ്, ഒരു തെറ്റിക്കലാണ്. ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം കൊണ്ട് തന്നെ മനുഷ്യൻ ഒരിക്കലും സത്യത്തിലേക്ക് വരരുത്. അവന് ടെൻഷനാണ്. ഒന്നാമത് സമയം കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നു, രണ്ടാമത് ആശയങ്ങൾ കൊണ്ട് ബൗണ്ട് ചെയ്തിരിക്കുന്നു. അപ്പോൾ നാട്ടുമ്പുറത്തെ ഭാഷ പറയുകയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചിന്തിച്ചാൽ ഒരു അന്തവും ഇല്ല, ചിന്തിച്ചില്ലെങ്കിൽ ഒരു കുന്തവും ഇല്ല, ചിന്തിക്കുന്നത് ഭയങ്കര ടെൻഷനുള്ള പാടാണ്. അങ്ങനെ ചിന്തിച്ച് പഠിക്കുക എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളൊരു കാര്യമാണ്. ഇത് സാത്താൻ്റെ ഒരു ഡിസപ്ഷൻ തന്നെയാണ്, ആളുകളുടെ ശ്രദ്ധ വചനത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിന് ഇത് യഥാർത്ഥത്തിൽ പിശാച് അന്ത്യകാലത്ത് ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ഫീറ്റായിട്ടുള്ള സാധനങ്ങൾ, ഒന്നേപോലെ തോന്നിക്കുന്ന മറ്റൊന്നിനെ കൊണ്ടുവരും. മനുഷ്യൻ ഡിസിഷൻ മേക്കിങ്ങിന് വളരെ ബുദ്ധിമുട്ടുള്ളതാക്കി തീർക്കും. ഇതാണ് സത്യം എന്ന് തോന്നുന്ന ഒരുപാട് ആശയങ്ങൾ, വേദപുസ്തക യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു, അതിന് ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ തെറ്റിൻ്റെ ഒരംശം പോലും കണ്ടുപിടിക്കാൻ കഴിയാത്തത്ര വിധത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പോൾ മനുഷ്യൻ ഡിസിഷൻ മേക്കിങ്ങിന് പാടായി തരും. ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ അത് പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഒറിജിനലിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ മടങ്ങി വരും. ഞങ്ങളോടൊപ്പമായിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ, ദൈവ കൽപ്പനയിൽ, പ്രത്യേകിച്ച് ശബത്ത് കൽപ്പനയിൽ ദൈവത്തിൻ്റെ മുദ്രയുടെ ഏതൊക്കെ ഘടകങ്ങളാണ് നമുക്ക് ആ ശബത്ത് എന്ന കൽപ്പനയിലൂടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്? ശബത്ത് കൽപ്പന ഞാനൊന്ന് ഉദ്ധരിക്കാൻ ആഗ്രഹിക്കുകയാണ്. ശബത്ത് നാൾ ശുദ്ധീകരിപ്പാൻ ഓർക്കുക, 6 ദിവസം അധ്വാനിച്ചതിൻ്റെ വേലയ്ക്കും ചെയ്യുക, 7-ാം ദിവസം സ്വസ്ഥമായിരിക്കുക. അന്ന് നീ, നിൻ്റെ പുത്രനും പുത്രിയും, നിൻ്റെ വേലക്കാരനും നിൻ്റെ വേലക്കാരത്തിയും, നിൻ്റെ കന്നുകാലികളും നിൻ്റെ പടിവാൽക്കത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. എന്തുകൊണ്ടെന്നാൽ അവിടെ ഇല്ല. എന്തുകൊണ്ടാൽ 6 ദിവസം കൊണ്ട് യഹോവ ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കി. അതുകൊണ്ട് യഹോവയായ ദൈവം 7-ാം ദിവസം സ്വസ്ഥമായിരുന്നു. ഇതാണ് കൽപ്പനയോട് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സീൽ അല്ലെങ്കിൽ ഒരു മുദ്ര ഉണ്ടാക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം ആരുടെ മുദ്ര? അപ്പോൾ ആരുടെ മുദ്ര എന്ന് ചോദിച്ചാൽ ആ മുദ്ര ആരാണ് അത് ഉൾക്കൊള്ളുന്നത് എന്ന് ചോദിച്ചാൽ ദൈവമായ യഹോവ, ദ ലോർഡ് ദൈ ഗോഡ്. അതാണ് ഒന്നാമത്തത്. പിന്നെ രണ്ടാമത്തത് അതിൻ്റെ ടൈറ്റിൽ, അതിൻ്റെ ഒരു തലക്കെട്ട് എന്ന് പറഞ്ഞാൽ ക്രിയേറ്റർ, ഗോഡ് ദ ക്രിയേറ്റർ. പിന്നെ മൂന്നാമത്തെ ആ ക്രിയേറ്ററുടെ ടെറിട്ടറി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അധികാര പരിധി, അത് ഈ ആകാശവും ഭൂമിയും സമുദ്രവും നീറുറവും സകലതും. ഇതാണ് ഒരു മുദ്രയിൽ ഉണ്ടാകേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഈ 4-ാം കൽപ്പനയിൽ അല്ലെങ്കിൽ ശബത്ത് കൽപ്പനയിലുണ്ട്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ മുദ്ര എന്ന് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ്. പാസ്റ്റർ ബിനോയ്, ദൈവത്തിൻ്റെ മുദ്ര പ്രകടമായി ദൈവത്തിൻ്റെ കൽപ്പനയിലും ദൈവവചനത്തിലുമൊക്കെ നമുക്ക് കാണുവാൻ തക്കോണം സാധിക്കും. സമാനമായ മറ്റൊരു മുദ്രയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നു. അപ്പോൾ ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നതായ മുദ്ര എന്താണ്? അത് എന്തുകൊണ്ടാണ് ദൈവ കൽപ്പനയ്ക്ക് അഥവാ ദൈവ മുദ്രയ്ക്ക് വിരുദ്ധമായി നിലകൊള്ളുന്നത്? അതും വ്യാജമായ ഒരു ആരാധനയാണ് സൂചിപ്പിക്കുന്നത്. വ്യാജമായ ആരാധന, വ്യാജമായ തൃത്വം, അതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ സംഖ്യ അത്രേ. വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിലാണ് നമുക്കത് കാണാൻ സാധിക്കാം.
ഇതൊരു മനുഷ്യൻ്റെ സംഖ്യ എത്രേ 666 എന്നൊരു സംഖ്യയാണ്. അത് യഥാർത്ഥത്തിൽ സൂചിപ്പിക്കുന്നത് കാലങ്ങളെയും സമയങ്ങളെയും മാറ്റും, അത്യുന്നതിനെതിരെ വമ്പ് പറയും, ദൈവദൂഷണം പറയും, 42 മാസം ദൈവത്തിൻ്റെ ജനങ്ങളെ പീഡിപ്പിക്കാനായിട്ട് അധികാരം കൊടുക്കുന്ന ഒരു സംഘടനയെക്കുറിച്ച് പറയുന്നുണ്ട്. അവരാണ് ഇതിൻ്റെ യഥാർത്ഥമായ ഉടമസ്ഥൻ. സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശബദിൻ്റെ കൽപ്പന നിയമം മാറ്റി, ബൈബിൾ പുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ സന്ധ്യ മുതൽ സന്ധ്യ വരെ എന്ന് പറയുന്ന ദിവസക്രമം മാറ്റി, പിന്നീട് അത്യുന്നതിനെതിരെ വമ്പ് പറയുകയും ദൂഷണം പറയുകയും ചെയ്തു കഴിഞ്ഞാൽ പാപം വിമോചിപ്പിക്കാനുള്ള കഴിവ് മനുഷ്യനുണ്ടെന്ന് പറയുകയും തെറ്റാവരം അവർക്കുണ്ട് എന്ന് അവകാശപ്പെട്ട് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളെ മാറ്റുകയും ശ്രമിക്കുകയാണ്. ഭൂമിയിലും സ്വർഗത്തിലും ക്രിസ്തുവിന് പത്രോസിൻ്റെ അവകാശം എനിക്കുണ്ട്, അധികാരമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരാണ് ഈ വേദപുസ്തക സത്യത്തിനെതിരായി സാത്താന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് റോമൻ കത്തോലിക്ക സഭയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന മാർപ്പാപ്പയ്ക്ക് കിരീടത്തിൽ 3 തട്ടുണ്ട്. അതിൽ നടുക്കത്തെ ഭാഗത്ത് വികാരിയസ് ഫിലഡെ എന്ന് എഴുതിയിട്ടുണ്ട്. അതിന് ലാറ്റിൻ അക്ഷരങ്ങളുമായി നമ്മൾ ബന്ധപ്പെടുത്തി അതിനെ നമ്പർ ഇടുകയാണെങ്കിൽ എഴുതി കൂട്ടുമ്പോൾ 666 എന്ന് നമുക്ക് കിട്ടും. രണ്ടാമത് 2 കാര്യങ്ങൾ കൂടെ ഉണ്ട്. ഒന്ന്, അദ്ദേഹം ഒരു ല്യൂഡോ ക്ലെർജി എന്നൊരു സീൽ, പുരോഹിതന്മാരാണെന്ന്, അതും ലാറ്റിൻ നമ്പർ കൂട്ടിയാൽ 666 എന്ന് കിട്ടും. മറ്റൊന്നുകൂടെയുണ്ട്, ല്യൂഡോ വൈക്കസ്, പുരോഹിതന്മാരുടെ ന്യായാധിപൻ എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. ഈ നമ്പരും എഴുതി കൂട്ടിയാൽ നമുക്ക് 666 എന്ന് കിട്ടാൻ കഴിയും. ഈ നമ്പർ കൊണ്ട് മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൻ്റെ മറ്റ് സിംറ്റങ്ങളായിട്ടുള്ള ദൈവജനത്തെ പീഡിപ്പിക്കുകയും ദൈവകൽപ്പന മാറ്റാൻ ശ്രമിക്കുകയും ദിവസത്തിൻ്റെ കണക്കിനെ മാറ്റാൻ ശ്രമിക്കുകയും അതിന് അധികാരത്തിന് നൽകിയിരിക്കുന്നതായ സമയപരിധി മഹാസർപ്പം അതിന് അധികാരം കൊടുത്തു എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ഇത് ഈ ഒരു തത്വമാണ്, ഈ ഒരു ആശയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. പാസ്റ്റർ ജോസഫ്, ദൈവവചനം നാം പരിശോധിക്കുന്നതായ സമയത്ത് ഈ അന്തിമ പ്രതിസന്ധികളെ തരണം ചെയ്യണമെങ്കിൽ ഒരു വ്യക്തി അഥവാ ഒരു ദൈവവിശ്വാസിയായ വ്യക്തി കർത്താവായ യേശുക്രിസ്തുവിനോടുള്ളതായ വിശ്വാസ്യതയിൽ അല്ലെങ്കിൽ വിശ്വസ്തതയിൽ പൂർണ്ണരായി നിലകൊണ്ടാൽ മാത്രമേ ഈ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തക്കവണ്ണം കഴിയുകയുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം സാധിക്കും. എന്തുകൊണ്ടാണ് ഈ കർത്താവിനോടുള്ളതായ വിശ്വസ്തതയിൽ പൂർണ്ണത നേടാനുള്ളതായ ആവശ്യം ഏറ്റവും അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? കർത്താവിനോടുള്ള പൂർണ്ണത നമ്മിൽ ഇല്ല എങ്കിൽ നാം ഒരു വിശ്വാസ ജീവിതം ഒരിടത്തും എത്തുകയില്ല. യേശുക്രിസ്തു നമ്മെ പഠിപ്പിച്ചത് നിങ്ങളെന്നെ സ്നേഹിക്കുമ്പോൾ എൻ്റെ കൽപ്പനകളെ കാത്തോളൂ എന്നാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നാം കർത്താവിനോട് ചേർന്ന് നിന്ന് കർത്താവ് തൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചതുപോലെ നാമും അനുസരിക്കേണ്ടത് ആവശ്യമാണ് എന്ന് ഇവിടെ തിരുവനന്തപുരം നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ കർത്താവിനുള്ള അനുദിന വിശ്വസ്തത അത് ഏറ്റവും പരമപ്രധാനമാണ്. ഇന്നത്തെ വിശ്വാസം മാറ്റി നാളേക്കാക്കാം, അങ്ങനെ ചിന്തിക്കാനാവില്ല. നാം എല്ലാ ദിവസവും കർത്താവിനോട് വിശ്വസ്തരായിരിക്കണം എന്നുള്ളതാണ് തിരുവനന്തപുരം പഠിക്കുന്നത്. നമ്മുടെ സംസാരം, പ്രവൃത്തി, ഇടപെടലെല്ലാം ദൈവത്തോടുള്ള വിശ്വസ്തത നാം പ്രകടിപ്പിക്കേണ്ടത് ആവശ്യമാണ്. പാസ്റ്റർ ബിനോയ്, ഈ പിശാചിനോട് എതിർത്ത് നിൽക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനപ്രകാരം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുൻമഴയും അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പിന്മഴയും അനിവാര്യമാണ് എന്ന് പറയുന്നു. എന്താണ് ഈ മുൻമഴ, പിന്മഴ, ഇതിൻ്റെ ആവശ്യകത എന്താണ്? പഴയ നിയമ പുസ്തകത്തിൽ മുൻമഴ എന്ന് പറയുന്നത് അവരുടെ കാർഷിക കൃഷി വിളയ്ക്ക് മുമ്പ്, കൃഷി നട്ട് കഴിഞ്ഞാൽ, വിത്ത് പാകിക്കഴിഞ്ഞാൽ വിളവിന് മുമ്പ് ആ വിളവിനെ ത്വരിതപ്പെടുത്തുന്ന, വിളവിനെ നല്ലതാക്കാൻ സഹായിക്കുന്ന, നമ്മുടെ നാട്ടിലെ മാംഗോ ഷവർ, മാമ്പൂ മഴ, അത് മാവ് നന്നായി പൂക്കാൻ സഹായിക്കും എന്ന് പറയുന്നത് പോലെ തന്നെ ഈ മുൻമഴ വരുമ്പോഴാണ് വിളകൾ നന്നായിട്ട് ലഭിക്കുക. അപ്പോൾ അത് കർഷകർ വളരെ ആകാംക്ഷയോടെ നോക്കിയിരിക്കും മുൻമഴ വരാൻ. പിന്മഴ എന്ന് പറയുന്നത് കൊയ്ത്തിന് തൊട്ട് മുമ്പുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ മുൻമഴയും പിന്മഴയും ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചോളം അയാളുടെ കാത്തിരിപ്പിൻ്റെ, അയാളുടെ സാമ്പത്തികമായ നേട്ടത്തിൻ്റെ, അയാളുടെ സന്തോഷങ്ങളുടെ, അയാളുടെ ആഹ്ലാദത്തിൻ്റെ, സംതൃപ്തിയുടെ ഒക്കെ സിംബലുകളാണ്. വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ മുൻമഴ എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിലുള്ള നമ്മുടെ പഠനവും അറിവും കാര്യങ്ങളാണ്. പിന്മഴയും പരിശുദ്ധാത്മാവിൻ്റെ അതിവർഷമാണ്. അതായത് കർത്താവായ യേശു ക്രിസ്തു വരുന്നതിന് തൊട്ട് മുമ്പ് പരിശുദ്ധാത്മാവ് വർഷിക്കപ്പെടുകയും 1-ാം നൂറ്റാണ്ടിലേതുപോലെ തന്നെ നമ്മൾ വചനം അതിശക്തമായി എല്ലാത്തിനെയും മറന്ന്, എല്ലാ പ്രതിബന്ധങ്ങളെയും മറന്ന് തിരുവചനം പ്രസ്താവിക്കുകയും ചെയ്യും. അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, മറ്റൊരു സർവശക്തനായ ദൂതൻ ആകാശത്ത് പറക്കുന്നത് കണ്ടു, അവൻ്റെ ശബ്ദത്താൽ ലോകം
തെളിച്ചമുള്ളതായി തീർന്നു, ഇല്യൂമിനേറ്റായി എന്നാണ് പറയുന്നത്. അത് വചനം ഒരിക്കൽ കൂടി എല്ലാവർക്കും മുമ്പിൽ പ്രസ്താവിക്കപ്പെടുന്ന ഒരു അവസരമാണ്. അതാണ് ലൗഡ് ക്രൈ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മുൻമഴയും പിന്മഴയും പരിശുദ്ധാത്മാവിൻ്റെ ആത്മവർഷം ഇല്ലാതെ ഈ അന്ത്യകാലത്ത് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ തക്കവണ്ണം കഴിയുകയില്ല എന്നും, പിശാചിനോട് എതിർത്ത് നിന്ന് ദൈവഭാഗത്ത് നിലകൊള്ളണമെങ്കിൽ നിരന്തരമായ ദൈവ ആശ്രയവും ദൈവവിശ്വാസവും ഒരു വ്യക്തിക്ക് ആവശ്യമാണ് എന്നും നമ്മെ പഠിപ്പിക്കുകയാണ്. നാം ഫൈറ്റ് ചെയ്യുന്നത്, നാം യുദ്ധം ചെയ്യുന്നത് ഒരു ഫുൾ ടൈം സാത്താനോടാണ്. നാം പാർട്ട് ടൈം വിശ്വാസികളായിരുന്നാൽ നമുക്ക് സാത്താനെ അതിജീവിക്കുവാൻ തക്കവണ്ണം സാധിക്കുകയില്ല. ആയതുകൊണ്ട് പൂർണ്ണ ശക്തിയോടുകൂടെ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിച്ചുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തിൻ്റെ ആത്മവർഷം നമുക്ക് ലഭിക്കുകയും ദൈവത്തിൻ്റെ കരുതൽ നമ്മോടുകൂടെ ഉണ്ടായിരിക്കുകയും ചെയ്യുള്ളൂ. നമുക്ക് ചെറിയൊരു ഇടവേളയുടെ സമയമാണ്. പ്രിയ പ്രേക്ഷകരെ, ഒരു ചെറിയ ഇടവേളയുടെ സമയമാണ്. ഇടവേളയ്ക്ക് ശേഷം ഞങ്ങൾ വീണ്ടും മടങ്ങി വരും. ഞങ്ങളോടൊപ്പം ആയിരിക്കും. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, വീണ്ടും ഈ ചർച്ചയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു. പാസ്റ്റർ ബിനോയ്, നാം ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും സാത്താനോട് എതിർത്ത് നിൽക്കുകയും ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അന്ത്യനാളിൽ ഒരു ആർപ്പുവിളി ദൈവജനം നടത്തുകയും ലോകത്ത് എമ്പാടും മുഴങ്ങി കേൾക്കുന്നതായ ഈ ലൗഡ് ക്രൈ കാരണം അനേകർ ദൈവത്തെ അറിയുകയും ദൈവസന്നിധിയിലേക്ക് കടന്നു വരികയും വരാനിരിക്കുന്നതായ വലിയ വിപത്തിൽ നിന്ന് അവർക്ക് രക്ഷ നേടുവാൻ തക്കവണ്ണം കഴിയുകയും ചെയ്യും എന്ന് തിരുവചനം, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിലൊക്കെ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. ഈ ലൗഡ് ക്രൈ അഥവാ ആർപ്പുവിളി എന്താണ്? ഇത് യഥാർത്ഥത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവിന് തൊട്ടു മുമ്പ്, കൃപയുടെ കാലം അവസാനിക്കുന്നതിന് മുമ്പ് എല്ലാ മനുഷ്യർക്കും ദൈവം കൊടുക്കുന്ന ഒരു അവസാന അവസരമാണ്, അവസാനത്തെ വിളി എന്ന് തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറയാം. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ മനുഷ്യനെ കൊണ്ട് തന്നെയാണ് അത് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ മനുഷ്യരെ ദൈവം ഒരു ദൂതനെ പോലെ ഉപയോഗിക്കുന്നു എന്നാണ് 18-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. ഒരു സർവശക്തനായ ദൂതൻ വരികയും ആ ദൂതൻ്റെ പ്രഘോഷണത്താൽ ലോകം വെളിച്ചം കൊണ്ട് നിറഞ്ഞു എന്നാണ് പറയുന്നത്. ഇവിടെ വാക്യം പറയുന്നത് നമ്മുടെ മനുഷ്യ മനസ്സിനെ വചനം കൊണ്ട് കോട്ട കെട്ടി സൂക്ഷിക്കുക എന്നാണ് പറയുന്നത്. വചനത്താൽ കോട്ട കെട്ടി സൂക്ഷിക്കുക. അപ്പോൾ ആ വചനത്തെക്കുറിച്ചുള്ള സംതൃപ്തിയും അല്ലെങ്കിൽ വചനത്തോടുള്ള നമ്മുടെ അഭിനിവേശവും ആത്മാർത്ഥതയും കൊണ്ട് എല്ലാ പീഡനത്തെയും, ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന എല്ലാ പീഡനത്തെയും എല്ലാ പ്രതിസന്ധിയും മറന്നുകൊണ്ട് ജീവിച്ചാലും മരിച്ചാലും ഞാൻ ഇതിനെക്കുറിച്ച് പ്രസ്താവിക്കുമെന്നുള്ള രീതിയിൽ എല്ലാ മനുഷ്യരോടും സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ഹബക്കുക്ക് പ്രവാചകൻ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമി യഹോവയുടെ മഹത്വത്താൽ നിറഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിലും മഹത്വത്തിലും ആ സമയത്ത് കടലിലെ വെള്ളം പോലെ ഭൂമി വചനം കൊണ്ട് നിറഞ്ഞിരിക്കും എന്നതാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ഈ ബഹത്തായ ആർപ്പുവിളി എന്ന് പറയുന്നത്. അത് ദൈവത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസാന ആഹ്വാനമായിരിക്കും. പാസ്റ്റർ, ഈ നേരത്തെ മുൻമഴയെക്കുറിച്ചും പിന്മഴയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. അതുപോലെ തന്നെ ഇപ്പോൾ ആർപ്പുവിളിയെക്കുറിച്ച് പാസ്റ്റർ ബിനോയ് വളരെ വിശദമായി പറയുകയുണ്ടായി. ഈ അന്ത്യകാലത്ത് തന്നെ ഇതിനെ ജനങ്ങളിലേക്ക് എത്താതെ ഉദ്ദേശിച്ചതായ ഫലം ലഭിക്കാതെ തടഞ്ഞു നിർത്തുന്നത് ആരാണ്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തടയലും ഉണ്ടാകുന്നത്? ഇന്ന് ഭൂമിയിൽ ധാരാളം ഉപദേശങ്ങളുണ്ട്. ഈ ഉപദേശങ്ങളൊന്നും ദൈവവചനത്തിന് അനുസരണമായിട്ടുള്ളതല്ല. ഭൂരിഭാഗവും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ്. അപ്പോൾ ജനങ്ങളെ ആശയക്കുഴപ്പത്തിലാക്കി യഥാർത്ഥ രക്ഷയിലേക്ക് വരാതിരിക്കാനുള്ള ശ്രമം നടത്തുന്ന ധാരാളം ഉപദേഷ്ടാക്കളും ഉപദേശങ്ങളും ഉണ്ട്. ഈ ഉപദേശങ്ങളൊക്കെ മറികടക്കാൻ നമുക്ക് ഒരു ദിവസം കഴിയേണ്ടത് ആവശ്യമാണ്. അതിന് ഓരോ വിശ്വാസി അല്ലെങ്കിൽ ഓരോ ദൈവവേദിലും വചനം വളരെ ഭംഗിയായി പഠിച്ചേ അതിന് സാധിക്കുള്ളൂ. ഇപ്പോൾ അന്തിമ ആ വിളി അത് ഏറ്റവും പരമപ്രധാനമാണ്. കൃപയുടെ വാതിൽ അടയ്ക്കുന്ന തൊട്ട് മുൻപുള്ള ആ വിളി കേൾക്കാൻ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മനുഷ്യവർഗം നഷ്ടപ്പെട്ടു പോവുക തന്നെ ചെയ്യും. പാസ്റ്റർ, ഈ ആർപ്പ് വിളി നാം ഉച്ചത്തിൽ മുഴക്കിയാലും കേൾക്കാത്തതായ ധാരാളം പേരുണ്ടാകും എന്നുള്ളതാണ് നാം ഇതിലൂടെ മനസ്സിലാക്കുന്നത്. കാരണം ഈ സമയത്ത് അവരുടെ കണ്ണുകൾ അടഞ്ഞിരിക്കുകയും സത്യം കാണാതെ വണ്ണം അവരുടെ ചെവി സത്യത്തിൽ നിന്ന് മറച്ചു കളയും ചെയ്യുന്നതായ സമയങ്ങളുണ്ടാകും. അപ്പോൾ അവർക്കൊന്നും രക്ഷ നേടാനുള്ളതായ ഒരു താല്പര്യം ഇല്ലായ്മ നമുക്ക് പ്രകടമായി കാണുവാൻ തക്കവണ്ണം സാധിക്കും. പക്ഷേ ഇതെല്ലാം നാം ചെയ്യുമ്പോഴും മുൻമഴ ലഭിച്ചവരും മുൻമഴ ലഭിക്കാത്തവർക്ക് പിന്മഴ ലഭിക്കുകയില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത. അപ്പോൾ മുൻമഴ ലഭിച്ചവരും പിന്മഴ ലഭിച്ചവരുമായ ദൈവമക്കൾ അവരുടെ ജീവിതം എപ്രകാരമായിരിക്കും? യഥാർത്ഥത്തിൽ
ഈ മൃഗത്തിൻ്റെ ആധിപത്യം വളരെ കൂടുതലാകുമ്പോൾ ഇത് സമയത്ത് തന്നെയാണ് സംഭവിക്കുന്നത്. കൈമേലും നെറ്റിമേലും അടയാളം ഇടാനായിട്ട് അവർ പറയും. അതായത് കൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധിച്ച് ഇതിനെതിരാക്കാനുള്ള ശ്രമമാണ്. നെറ്റിമേലെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധി കൊണ്ട് ദൈവത്തെ അംഗീകരിക്കാതിരിക്കലാണ്. അപ്പോൾ അതിനുള്ള ഒരു നിർബന്ധം ഏത് സാഹചര്യത്തിലും ഈ ജനങ്ങൾക്ക്, ആ അന്ത്യകാലത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള വാസ്തവമാണ്. ഇത്തരം പ്രതിസന്ധികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവർ ഈ സത്യത്തിന് വേണ്ടി നിലനിൽക്കേണ്ടി വരിക. അവർക്ക് ലഭിക്കുന്ന പിന്തുണ അല്ലെങ്കിൽ ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അവരെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ വലം കൈകൊണ്ട് അവൻ നിങ്ങളെ താങ്ങും. ഈ ഒരു ജാതി ഉണ്ടായിട്ട് ഇതുവരെ ഉണ്ടാകാത്ത ഒരു കഷ്ടകാലം ഉണ്ടാകും. മിഖായേൽ, ദ വൺ ഹൂ ഈസ് ലൈക്ക് ദ മോസ്റ്റ് ഹൈ, അവർക്ക് വേണ്ടി എഴുന്നേറ്റ് വരും എന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ ശക്തമായ പിന്തുണയും സംരക്ഷണവും കാവലും ഉള്ളതുകൊണ്ടാണ് അവർക്ക് സന്തോഷത്തോടു കൂടി അതിനെ അതിജീവിക്കാൻ കഴിയുന്നത്. പാസ്റ്റർ ജോസഫ്, നാം ഈ അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കും, ഇങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ സംഭവിക്കുമെന്ന് നാം പ്രവചനാതീതമായി നാം സംസാരിക്കുന്നു. നമ്മുടെ ഈ കാലഘട്ടത്ത് ഈ സമാനമായ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതില്ലേ? ദൂത് പ്രഘോഷിക്കുന്നതും നന്നായ ക്രിസ്തീയ ജീവിതം നയിക്കുന്നതും പ്രതിസന്ധികളെ തരണം ചെയ്യാൻ നാം ദൈവത്തിൽ ആശ്രയിക്കേണ്ടുന്നതുമായ ആവശ്യം നമുക്ക് ഇപ്പോൾ ഇല്ലേ? ഇപ്പോഴും ഉണ്ട്. 1-ാം നൂറ്റാണ്ടിലെ അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവർ എത്ര ശക്തമായി പ്രസംഗിച്ചുവോ, അല്ലെങ്കിൽ എത്ര ശക്തമായി ദൈവത്തിൻ്റെ വചനം ഘോഷിച്ചുവോ, അതുപോലെ ഇന്നും അതേ ശക്തിയോടെ നാം ഘോഷിക്കേണ്ടതാണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അധിക വർഷം നമ്മിൽ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വിധത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മൾ ഉണ്ടാകുവാൻ, ആത്മാവിന് അനുസരിച്ച് ജീവിക്കാൻ നമുക്ക് ആദ്യം കഴിയണം. എങ്കിൽ മാത്രമേ ആത്മാവ് നമ്മെ ഭരിക്കുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ആ അധിക പ്രവർത്തനം നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സാധിക്കുകയുള്ളൂ. പാസ്റ്റർ, ദൈവത്തിൻ്റെ സ്വന്തം ജനമായി, പ്രത്യേകിച്ച് സെവൻത്-ഡേ അഡ്വൻറ്റിസ്റ്റുകാരെ തൻ്റെ ആത്മീയ ഇസ്രായേലരായി തിരഞ്ഞെടുത്തിരിക്കുന്നുവെന്ന് നാം പ്രവചനത്തിലൂടെ പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന നിലയ്ക്ക് നമുക്ക് അത്തരത്തിലുള്ളതായ ഒരു പ്രത്യേക ഉത്തരവാദിത്വവും ദൈവം നൽകിയിട്ടുണ്ട്. നാം അത് എത്രമാത്രം അതിന് നീതി പുലർത്തുന്നു? തീർച്ചയായിട്ടും വളരെ സാങ്കേതികമായിട്ട് പറയാനാണെങ്കിൽ നമ്മുടെ റേഡിയോ മിനിസ്ട്രി, നമ്മുടെ ടെലിവിഷൻ മിനിസ്ട്രി, എണ്ണമറ്റ മെഡിക്കൽ ഇവാഞ്ചലിസം, അതേപോലെ തന്നെ നമ്മുടെ പബ്ലിഷിംഗ് മിനിസ്ട്രി, അതേപോലെ തന്നെ സഭകൾ ഒന്നായിട്ടുള്ള കൺവെൻഷനുകൾ, മീറ്റിങ്ങുകൾ, മനുഷ്യസാധ്യമാകുന്ന എല്ലാ വിധത്തിലും നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം അത് ദൈവത്തിൻ്റെ കമ്മീഷൻ ആയതുകൊണ്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നു. പക്ഷേ ഈ പറയുന്ന ഒരു നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ഫാസ്റ്റ്നെസ് അതിൽ കാണാതെ പോകുന്നതാണ് നമുക്കൊരു സങ്കടമായി തോന്നുന്നത്. പക്ഷേ ചർച്ച് ഇൻവിസിബിളായിട്ട് വളരുന്നുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ സന്ദേശങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തികൾക്ക് ഇന്ന് വളരെ സ്വതന്ത്രമായി ചിന്തിക്കാനുള്ള സാഹചര്യം ഉള്ളതുകൊണ്ട് അവരാരും എഴുന്നേറ്റ് വരുന്നില്ല, അല്ലെങ്കിൽ അവർ സ്റ്റാൻഡപ്പ് ചെയ്യുന്നില്ല. എന്നാൽ അന്ത്യകാലത്ത്, ലേറ്റർ റെയിൻ്റെ സമയത്ത്, പ്രതിസന്ധികളുടെ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ വിത്ത് പാകിയിട്ടുള്ള എല്ലാ മനുഷ്യരും അത് മുളയ്ക്കുകയും എണ്ണിക്കൂടാൻ വയ്യാത്തൊരു സംഖ്യയായി എഴുന്നേറ്റ് വരികയും ചെയ്യും എന്നുള്ളതാണ്. ആ ഒരു സമയത്താണ് യഥാർത്ഥമായ റിസൾട്ട് നമുക്കുണ്ടാകാൻ പോവുകയാണ്. ആ ഒരു നമ്മൾ ഇന്ന് നമ്മൾ കണ്ണീരോടെ വിധിക്കുന്നു, അന്ന് നമ്മൾ ആർപ്പോടെ കൊയ്യുമെന്ന് വചനം പറയുന്നത് ഈ ഒരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ നാം ഇപ്പോൾ സമയമുള്ളപ്പോൾ നാം എന്ത് പ്രവർത്തനമാണോ ചെയ്യുന്നത്, അത് എപ്രകാരമാണോ ചെയ്യുന്നത്, അതിൽ ഉപരിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതായ ഒരു പ്രത്യാശയാണ് നമുക്ക് ദൈവം നൽകുന്നത്. പക്ഷേ നാം ഇപ്പോൾ ഒന്നും ചെയ്യാതിരുന്നാൽ നമുക്ക് പിന്നത്തേതിൽ എന്തെങ്കിലും ചെയ്യാം എന്നുള്ളത് അത് വെറും വ്യാമോഹമാവും. ആയതുകൊണ്ട് സമയം ലഭിക്കുന്നതായ ഈ കാലഘട്ടത്തിൽ നാം ദൈവത്തിന് വേണ്ടി നമ്മാൽ കഴിയുന്നതെല്ലാം ചെയ്ത് പൂർത്തീകരിക്കണമെന്നുള്ളതാണ് ദൈവത്തിന് നമ്മോടുള്ളതായ ഇഷ്ടം. അത് പ്രവർത്തിക്കുവാനും മനസ്സിലാക്കുവാനും പകലുള്ളിടത്തോളം വേല ചെയ്യുവാനും ദൈവം ശക്തീകരിക്കട്ടെ. അതിന് ദൈവത്തിൻ്റെ പിന്മഴയെയും മുൻമഴയെയും ആർപ്പുവിളിയിലൂടെ ലോകത്തെ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നിറയ്ക്കുവാനും ദൈവത്തിൻ്റെ സഭയെ സഹായിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ചർച്ചയിൽ പങ്കെടുത്തതായ നിങ്ങൾ രണ്ടുപേരെയും ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ബ്ലെസ് യു. പ്രിയ ദൈവമക്കളെ, കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി നിൽപ്പാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.